blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇതുവരെ 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, കോട്ടയത്ത് നിന്നുള്ള സാറാമ വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ആരോഗ്യവും സകല രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം കർത്താവ് നൽകണമേ. 5 മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് ഫാമിലി ബ്ലെസ്സിങ്സ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൻ ഏബ്രഹാം വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മൂക്കിൻ്റെ അസ്ഥി വളഞ്ഞിരിക്കുന്ന നിമിത്തമുള്ള സംസാരിക്കുവാനും ശ്വസിക്കുവാനുമുള്ള പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരു മിറാക്കുലസ് ഹീലിംഗ് ഉണ്ടാകട്ടെ. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കും. തൻ്റെ അൺഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മുഴുവൻ മാറിപ്പോകാൻ, നല്ലൊരു ഭാവിയിലേക്ക് നടത്തപ്പെടാനും കർത്താവ് സഹായിക്കണമേ. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പൂനെയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കൂടാതെ കർത്താവെ, തൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും തന്നെ വിട്ട് മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. സ്വന്തമായ ഒരു ഭവനമുണ്ടാകട്ടെ. വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതമുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. First Timothy chapter 3 verse number 4 and 5. 1 തിമോഥെയോസ് 3-ാം അധ്യായം 4-5 വചനങ്ങൾ. He must manage his own. This is about ministers and the rules and regulations for all the ministers of the house of the Lord. He must manage his own family well and see that his children obey them, and he must do so in a manner worthy of full respect. ഇവിടെ ദൈവഭവനത്തിലെ ശുശ്രൂഷക്കാർക്കുള്ള വചനങ്ങളുടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. 4-ാം വാക്യം, കുടുംബകാര്യങ്ങൾ നന്നായി നോക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ വളർത്തുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബം നിയന്ത്രിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? In the Malayalam Bible, that portion is missing. There is a small portion. He must do so in a manner worthy of full respect. അവിടെ ഇപ്രകാരം മലയാളത്തിൽ അത് ട്രാൻസ്ലേഷൻ മിസ്സായി പോയിട്ടുണ്ട്. ഒരു പൂർണ്ണ ബഹുമാനത്തിന് യോഗ്യമാം വണ്ണം അവനത് ചെയ്യണം. Good translation. അപ്പന്മാരെ തല്ലിക്കോ, അനുസരണത്തിൽ മക്കളെ വളർത്തിക്കോ. പക്ഷേ ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും ശകാരിക്കുമ്പോഴും അവരുടെ അകത്ത് അപ്പന്മാരോടുള്ള ബഹുമാനം വർദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ അടിച്ചു, ഇല്ലേ അടിക്കണ്ട, വിട്ടേക്ക്. അതാ നല്ലത്. ഹലോ, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ഇഷ്യൂ വിത്ത് ദ മദേഴ്സ് ഇൻ ദ ഹോം, but this is worse. Relationship between sons and fathers is worse in many homes. ഞാൻ ഒരിക്കലും അമ്മയും ആൺകുട്ടികളുമായിട്ട് പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. എന്നാൽ മിക്ക വീടുകളിലും അപ്പനും മക്കളും തമ്മിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ. God not only heals cancers and tumors, he heals broken relationships also.
കർത്താവ് രോഗസൗഖ്യങ്ങൾ ചെയ്യുന്നത് അവൻ ക്യാൻസറും ട്യൂമറുകളും മാത്രമല്ല സൗഖ്യമാക്കുന്നത്, അവൻ തകർന്ന ഹൃദയങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവാണ്. He is the healer. അവൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്. I want all of you to lift your hands and pray to God. Lord, heal all the relationships in my home. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിച്ചാലും, കർത്താവേ എൻ്റെ കുടുംബത്തിന് അകത്ത് ഒരു സൗഖ്യം നടക്കട്ടെ, എൻ്റെ കുടുംബത്തെ അങ്ങ് സൗഖ്യമാക്കണമേ, ബന്ധങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. Pray. എല്ലാവരും പ്രാർത്ഥിച്ചാലും Our God is a prayer answering God. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന When you കർത്താവ്. pray, that moment the healing to all the relationships is starting. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ബന്ധങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുകയാണ്. I don't exclude daughter-father relationship or son-mother relationship. I include all relationships. ഇപ്പോൾ ഈ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവും ആൺമക്കളും തമ്മിലുള്ള ബന്ധവും അതുപോലെ അപ്പനും പെൺകുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. All relationships. എല്ലാ ബന്ധങ്ങളും. I want to tell you something very important. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. Every person should have two families. എല്ലാ വ്യക്തികൾക്കും രണ്ട് കുടുംബങ്ങൾ വേണം. Show me two fingers, നിങ്ങളുടെ please. രണ്ട് വിരലുകൾ എന്നെ കാണിക്കാമോ? Say two families. പറഞ്ഞാലും രണ്ട് കുടുംബങ്ങൾ. രണ്ട് കുടുംബങ്ങൾ. Show your neighbor two families. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ കാണിച്ചിട്ട് പറയുക രണ്ട് കുടുംബങ്ങൾ. Turn this side, two families. ഇപ്പുറത്തേക്ക് തിരിഞ്ഞിട്ടും പറയുക രണ്ട് കുടുംബങ്ങൾ. One is our biological family. ഒന്ന് നമ്മളുടെ ജീവശാസ്ത്രപരമായ സാധാരണ കുടുംബം. The second is God's family. രണ്ട് ദൈവത്തിന്റെ കുടുംബം. We are a member of our biological family. നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ജനിച്ചു വളർന്ന കുടുംബത്തിന്റെ അംഗങ്ങളാണ്. Hallelujah. ഹല്ലേലൂയ. But we have a membership in the spiritual family of God. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മീക കുടുംബത്തിലും നമ്മൾ അംഗങ്ങളാണ്. Hallelujah. ഹല്ലേലൂയ. Everybody say I have two families. എല്ലാവരും പറഞ്ഞാലും എനിക്ക് രണ്ട് കുടുംബങ്ങളുണ്ട്. Hallelujah. ഹല്ലേലൂയ. The physical family and the spiritual family. ഭൗതികമായ കുടുംബം, ആത്മീക കുടുംബം. If you are a part of this blessing center, the blessing center is your family. നിങ്ങൾ ഈ ബ്ലെസ്സിംഗ് സെന്ററിന്റെ ഒരു ഭാഗമാണെങ്കിൽ ഈ ബ്ലെസ്സിംഗ് സെന്റർ ആണ് നിങ്ങളുടെ ആത്മീക കുടുംബം. Hello. Because this is the family of God. കാരണം ഇത് ദൈവത്തിന്റെ കുടുംബമാണ്. Hello, this is the family. ഇത് ദൈവത്തിന്റെ കുടുംബമാണ്. Now, our children are growing in the physical family or biological family. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ജനിച്ചു വളർന്ന ആ കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നു. Father, mother, children. അപ്പൻ, അമ്മ, മക്കൾ. Our children should also grow in God's family. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയ കുടുംബത്തിൽ വളർന്നു വരണം. Hallelujah. ഹല്ലേലൂയ. That means we should release our children to grow in the family of God. അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവ കുടുംബത്തിൽ വളരുവാനെ നമ്മൾ അയക്കണമെന്നാണ്. Some parents do not do that. ചില മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നില്ല. With a huge Bible, they come to worship the Lord. വലിയൊരു വേദപുസ്തകമായി അവർ ആരാധനയ്ക്ക് കടന്നു വരും. But children are at home. പക്ഷെ പിള്ളേര് വീട്ടിലിരിക്കുക. When they grow up, let them decide where to go. അവര് വളർന്നു വലുതാകുമ്പോൾ അവൻ തീരുമാനിക്കട്ടെ എവിടെ പോകണമെന്ന്. Because my salvation is my salvation and their salvation is their job. കാരണം എന്റെ രക്ഷ എന്റെ രക്ഷയും അവന്റെ രക്ഷ അവന്റെ പണിയുമാണ്. No, you are responsible. അല്ല, നിങ്ങളാണ് അതിന് ഉത്തരവാദികൾ. Release your children to Jesus. യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുക. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. Mark 10:23. Jesus says, let the children come to me. Let the little children come to me and do not hinder them. For the kingdom of God belongs to such as these. മർക്കോസ് 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വചനം, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇവരെ പോലുള്ളവരുടേതത്രേ. Parents, do not hinder your children from going to Jesus. മാതാപിതാക്കളെ യേശുവിന്റെ അടുക്കൽ പോകുന്നതിൽ നിന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തടയരുത്. I know personally many homes, many families
the children were born again, they got saved in the college or in the school or somewhere they got saved, they wanted to go to worship the Lord. ഞാൻ പല കേസുകളിലും എനിക്ക് അറിയാം, കുഞ്ഞുങ്ങൾ കോളേജിൽ വെച്ചോ സ്കൂളിൽ വെച്ചോ പല സ്ഥലങ്ങളിൽ വെച്ചോ യേശുവിനെ കണ്ടുമുട്ടുന്നു, വീണ്ടും ജനിക്കുന്നു. But the parents said, no, you can go to such prayer groups, you cannot go. പക്ഷെ മാതാപിതാക്കൾ പറയും, ഒരിക്കലുമില്ല, അങ്ങനെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാൻ നിന്നെ വിടുകയില്ല. They prevent them. അവരവരെ തടയുന്നു. And I have observed their life. ഞാൻ അവരുടെ ജീവിതം ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. Sometimes the children will become very bitter. അതുകൊണ്ട് കുട്ടികൾ വളരെ കയ്പ് നിറഞ്ഞവരായി മാറും. They are offended. അവർ ഉള്ളിൽ വിദ്വേഷമുള്ളവരായി മാറും. I wanted to do something good and the parents are not allowing me. I will show it. ഞാൻ നല്ലൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കുന്നില്ല, ഞാൻ കാണിച്ചു കൊടുക്കും. And they go to all the bad things in life. അവർ വേണ്ടാത്ത എല്ലാ വഴികളിലൂടെ മനഃപൂർവ്വമായി യാത്ര ചെയ്യും. Jesus is saying, let the children come to me. I will bless them. I will bless them because they are not yours. I am the owner. You are the foster father and you are the foster mother. ഇവിടെ യേശു പറയുകയാണ്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾ വിടുവിൻ, അനുവദിക്കുവിൻ, ഞാൻ അവരെ അനുഗ്രഹിക്കും, ഞാൻ അവരെ നിറച്ച് അനുഗ്രഹിക്കും. കാരണം അവർ എൻ്റെ സ്വന്തമാണ്, അവർ എൻ്റെ മക്കളാണ്, നിങ്ങൾ അവരുടെ വളർത്തച്ഛന്മാരും അമ്മമാരും മാത്രമാണ്. Let this revelation strike you today. ഇന്ന് ഈ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. We should release our children to grow in the family of God. തീർച്ചയായും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവ കുടുംബത്തിന്റെ അകത്ത് വളരുവാനായി അനുവദിക്കണം, അയക്കണം. Send your children to serve the Lord Jesus. കർത്താവിനെ ശുശ്രൂഷിക്കുവാനായി ദൈവഭവനത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുക. Somebody say hallelujah. ഒരു ഹല്ലേലൂയ പറയാമോ? In my opinion, എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ, in my understanding, എൻ്റെ മനസ്സിലാക്കലിൽ, the greatest career, the greatest job, the greatest profession available on the face of this earth is the ministry of the Lord Jesus Christ. ഈ ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ ഉണ്ടാകാവുന്നതിൽ ഏറ്റവും വലിയ ഉദ്യോഗം എന്നുള്ളത് കർത്താവിന്റെ വേലക്കാരൻ എന്നുള്ളതാണ്. ഒന്നുകൂടെ പ്രസംഗിക്കൂ ബ്രദർ. ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉദ്യോഗം എന്നുള്ളത് കർത്താവിന്റെ ശുശ്രൂഷക്കാരനാവുക, വേല ചെയ്യുക എന്നുള്ളതാണ്. Hallelujah. Let them become engineers. അവർ എഞ്ചിനീയർമാരായിക്കോട്ടെ. Let them become doctors. അവർ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ. Let them become software guys. അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ. Let them become pilots. അവർ പൈലറ്റ്സ് ആയിക്കോട്ടെ. Along with that, they should also serve our Lord Jesus Christ because He's the only one who split open His heart and gave His life blood to redeem us. അതിനോടൊപ്പം തന്നെ അവർ കർത്താവിനെ വേല ചെയ്യുന്ന ശുശ്രൂഷക്കാരുമായിരിക്കണം. കാരണം ആ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ അവൻ നമ്മളെ ചങ്ക് പിളർന്ന് രക്തം ചിന്തി നമ്മളെ സ്നേഹിച്ച കർത്താവാണ്. Never prevent your children from going to Jesus. ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ അടുക്കലേക്ക് പോകുന്നതിൽ നിന്നും നിങ്ങൾ തടയരുത്. If you have 4 children, dedicate all your children to the Lord. നിങ്ങൾക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളെ കർത്താവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുക. Call all your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിക്കുക. Father and mother, you can lay your hands on them. അപ്പനും അമ്മയും ചേർന്ന് നിങ്ങൾ കരങ്ങൾ അവരുടെ മേൽ വെക്കുക. Tell the Lord, you are the giver of our children. പറയുക, കർത്താവേ, അങ്ങാണ് ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നൽകിയത്. We are not the owner. ഞങ്ങളല്ല ഇവരുടെ ഉടമസ്ഥർ. We are only foster fathers and mothers. കർത്താവേ, ഞങ്ങൾ വളർത്തച്ഛന്മാരും അമ്മമാരും മാത്രമാണ്. We dedicate our children to you. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. Let your hand be on them from today. കർത്താവേ, ഇന്നു മുതൽ അങ്ങയുടെ കരം ഇവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. Hallelujah. Hallelujah. Are you ready for that? നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാണോ? Hallelujah. Hallelujah. Lift up your hands and shout hallelujah. കരങ്ങളെ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാലോ. ഈ സഹോദരിയുടെ പേര് മിനി എന്നാണ്. ഇവരുടെ കുടുംബം ദുബായിലാണ്. ഈ സഹോദരിയുടെ ഭർത്താവ് ദുബായിലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2013 മുതൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് സാലറി കിട്ടാതെയായി. 2013 മെയ് മാസം മുതൽ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് സാലറി കിട്ടാതെയായി. അവിടെ നിന്ന് പോരാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു.
ഉടനെ ഈ സഹോദരിയുടെ വീട് മാവേലിക്കരയിലാണ്. മാവേലിക്കരയുള്ള അമ്മച്ചിക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി മകളോട് പറഞ്ഞു കൊടുത്തു, മോളെ സൂര്യ ടി വിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, മോൾ അതൊന്ന് കാണണം, അതിൽ ദേവദാസൻ പ്രാർത്ഥിക്കും, മോൾ കൂടെ അതിനോട് ചേർന്ന് വെച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവിടെ സൂര്യ ടി വി കിട്ടിയില്ലായിരുന്നു, മകൾക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ജൂലൈ വെക്കേഷന് ഈ മകൾ 2013 ജൂലൈ വെക്കേഷന് ഈ മകൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഒരു ദിവസം, സൺഡേ അല്ല, ഇടദിവസം ഒരു ദിവസം ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഇവിടെ നിന്ന് മൈ പ്രയർ ഡയറി ബുക്ക് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഓഗസ്റ്റ് മാസം 2013 ഓഗസ്റ്റിൽ തന്നെ ഈ മകൾ തിരിച്ചുപോയി. ദുബായി ചെന്ന് തിരിച്ചു പോകുമ്പോൾ ഇവരുടെ കയ്യിൽ ആകെ 1000 ദറംസേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കുഞ്ഞുങ്ങളുടെ ചിലവിനോ കുട്ടികളുടെ ഫീസിനോ കുടുംബ ചിലവിനോ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ നിന്ന് സാലറി ആണെങ്കിൽ കിട്ടുന്നുമില്ല. അവിടെ ചെന്ന് ഈ മൈ പ്രയർ ഡയറി വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ വന്നതിന് ശേഷമായിരുന്നു അറിഞ്ഞത് ഇൻ്റർനെറ്റിലൂടെ ഈ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാൻ പറ്റുമായിരുന്നെന്ന്. അങ്ങനെ ഇൻ്റർനെറ്റിലൂടെ ഇവർ പ്രോഗ്രാം വാച്ച് ചെയ്യാൻ തുടങ്ങി. സംഭവിച്ചതെന്ന് വെച്ചാൽ അതുവരെ പെൻഡിങ് ആയിരുന്ന സാലറിയുടെ 2 മാസത്തെ ശമ്പളം താൽക്കാലികമായിട്ട് ഇവർക്ക് ലഭിച്ചു. ഒന്ന് പിടിച്ചു നിൽക്കാൻ സഹോദരി പറഞ്ഞ് ഞങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ആ ഷിപ്പിംഗ് കമ്പനി നഷ്ടത്തിലായതുകൊണ്ടിട്ടായിരുന്നു ഇവർക്ക് സാലറി കിട്ടാതെ വന്നത്. അവിടെയുള്ള ഏതായാലും 70% ആളുകളെയും ടെർമിനേറ്റ് ചെയ്തു. എങ്കിലും കർത്താവ് ഈ സഹോദരിയുടെ ഭർത്താവ് ജോണിനെ അവിടെ നിലനിർത്തി. സഹോദരന് മാത്രം ടെർമിനേഷൻ ലഭിച്ചില്ല, പകരം അവിടെ നിന്ന് ജോലി ചെയ്യുകയും വേറൊരു ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് കോൾ വരികയും ചെയ്തു. ജനുവരി മാസം 7-ാം തീയതി കോൾ അറ്റൻഡ് ചെയ്യുകയും ആ ജനുവരി മാസം അവിടെ ചെന്ന് അതേ സാലറി തന്നെ, പക്ഷേ ജോലി ടെൻഷൻ കുറവായിട്ടുള്ളൊരു ജോലിയായിരുന്നു, അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു ജനുവരി 7-ാം തീയതി. ഫെബ്രുവരി മാസം പകുതിയോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന ഷിപ്പിംഗ് കമ്പനിയിലെ മുഴുവൻ പൈസയും, 1 രൂപ പോലും ശേഷിക്കാതെ മുഴുവൻ പൈസയും ഇവർക്ക് കർത്താവ് കൊടുത്തു. ഇപ്പോഴായിരിക്കുന്ന ഷിപ്പിംഗ് കമ്പനിയിലെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഒരു നല്ല ജോലിയും യേശു കർത്താവ് കൊടുത്തു. സഹോദരിയും കുടുംബവും അവിടെയുണ്ട്, ദുബായിലാണ്. ഞങ്ങളിപ്പോൾ അവധിക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ. കർത്താവ് അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പഴയ കമ്പനിയിൽ നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയിൽ പെൻഡിങ് സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഹല്ലേലൂയ. സിസ്റ്റർ, അതിന്റെ സന്തോഷമായിട്ട് കഴിഞ്ഞ മാർച്ച് 31-ാം തീയതി ഇവരായിരുന്നു ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തത്. ഈ സ്പോൺസറിന് ഒരു നല്ല കൈയടി കൊടുത്തേ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. നിങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നിങ്ങൾ പ്രയോജനമായി തീർന്നിരിക്കുന്നത്. അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കും. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു ഇവരെ ഓർക്കുമ്പോൾ. കർത്താവ് എത്രത്തോളമാണ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മകളെയും തൻ്റെ ഭർത്താവ് ജോണിനെയും മക്കളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും ഇനിയും ഇവർ കാണട്ടെ കർത്താവെ. ഇനിയും ഓരോ ദിവസങ്ങളിലും യേശുവിൻ്റെ പ്രൊവിഷൻ എന്താണ് എന്നുള്ളവർ മനസ്സിലാക്കട്ടെ. കർത്താവിൽ കൂടുതൽ വളരുവാൻ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ജനം ചേർന്ന് ആമേൻ പറഞ്ഞാലോ. കഴിഞ്ഞ പല ദിവസങ്ങളിലും ചെയ്തു വന്നതുപോലെ ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥന ദിനത്തിലെ പ്രാർത്ഥനയുടെ ഒരു സെഷനിലേക്കാണ് നമ്മളിനി പോകുന്നത്. കഴിഞ്ഞ ജൂൺ 12-നായിരുന്നു കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ ബ്ലെസ്സിങ് ടുഡേയിലെ നിരവധി ശുശ്രൂഷകർ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ അയച്ചു തന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതിൽ വിവാഹത്തിനും കുടുംബജീവിതത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സെഷനാണ് ഇനി കാണാൻ പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഒരുപക്ഷെ അതിലുണ്ടായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾ അയച്ചു തന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഒരു വലിയ മിറക്കിൾ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ആ പ്രയർ സെഷനിലേക്ക് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും കരങ്ങളെ ഇതിലേക്ക് നീട്ടി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാലോ. In the mighty name of Jesus, Father, we bless every marriage. കർത്താവേ, എല്ലാ വിവാഹ ബന്ധങ്ങളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. We bless every family, Lord. എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We bless every family relationship. എല്ലാ കുടുംബ ബന്ധങ്ങളെയും ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. Especially, Father, we pray that
the couples who are at the verge of a divorce. കർത്താവേ, വിവാഹമോചനത്തിന്റെ വക്കിൽ നിൽക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. Father, heal their relationships, Lord. കർത്താവേ, അവരുടെ ബന്ധങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. Heal their relationships, Lord. കർത്താവേ, അവരുടെ ബന്ധങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. In the mighty name of Jesus, we pray and bless their marriage. കർത്താവേ, ഇപ്പോൾ യേശുവിന്റെ ആ വലിയ നാമത്തിൽ അവരുടെ കുടുംബ ജീവിതത്തെ വിവാഹത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Also, Father, we pray that you may help the doubting partners, Lord. കർത്താവേ, മാത്രമല്ല ഇപ്പോൾ സംശയത്തിന്റെ പ്രശ്നങ്ങളുള്ള ജീവിത പങ്കാളികൾക്കായി പ്രാർത്ഥിക്കുന്നു. Father, let them believe each other. Let their hearts believe each other. Lord, let the Holy Spirit move in their hearts, Lord. കർത്താവേ, അവർക്ക് പരസ്പര വിശ്വാസം അങ്ങ് കൊടുക്കണമേ. കർത്താവേ, പരസ്പരം വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ പരിശുദ്ധാത്മാവേ അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ. And we bless our children also in the families. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. And all the children and parent relationship also, Father. കർത്താവേ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Thank you, Jesus. നന്ദി യേശുവേ. Father, as we pray, let there be healthy families. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോഗ്യമുള്ള കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. Hallelujah. Hallelujah. ഈ പ്രയർ ടൈമിൽ മറ്റുള്ള വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൈകൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് രോഗികളെ അങ്ങ് തൊടണമേ. വിവിധ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അങ്ങ് തൊടണമേ. പ്രത്യേകിച്ച് പൈശാചിക ശക്തികളാൽ ഉപദ്രവിക്കപ്പെടുന്ന ചില വ്യക്തികൾ ഇന്ന് സ്വതന്ത്രമാകാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് സ്വതന്ത്രമാകുക? യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക ശക്തികളെ ശാസിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ വിശ്വസിക്കുക, നിങ്ങളും അകത്ത് നിന്ന് പുറത്തു കളയുക, അതിനെ തള്ളിപ്പറയുക. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ആ ദുരാത്മാക്കളോട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, കൽപ്പിച്ചു പറയുന്നു, ആ വ്യക്തികളെ വിട്ട്, ശരീരങ്ങളെ, മനസ്സിനെ, ആത്മാവിനെ വിട്ട് പുറത്തു പോവുക. ലെറ്റ് ദം ബി ഫ്രീ. ഉറക്കത്തിൽ അതുപോലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കർത്താവ് വിടുതൽ നൽകുന്നതുപോലെ ഉറക്കം കിട്ടാത്ത ചില വ്യക്തികളുണ്ട്. കർത്താവ് അവരെയും തൊടുന്നുണ്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അതുപോലെ ശരീരത്തിലെ ഓരോ ജോയിൻറ്റിലും വേദന അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. മറ്റൊന്ന്, അപൂർവമായ രോഗം. ഒരുപക്ഷെ 1000-ൽ ഒരാൾക്ക്, 10,000-ൽ ഒരാൾക്ക്, ലക്ഷങ്ങളിൽ ഒരാൾക്കൊക്കെ മാത്രം വരുന്ന അപൂർവ രോഗം മെഡിസിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള അപൂർവ രോഗങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. കുട്ടികളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് അത്ഭുതകരമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. വലിയ വിടുതലുള്ള അനുഗ്രഹങ്ങളും ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയും. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മുതൽ വലിയ ഒരു വിടുതൽ അവർ അനുഭവിക്കട്ടെ. സമാധാനത്താൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. സ്ക്രീനിൽ കാണിക്കുന്ന ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വരണം. നിങ്ങൾക്ക് ഈ എപ്പിസോഡുകളിലൂടെ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ തീർച്ചയായും അവിടെ വന്ന് പറയണം. അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയും നിങ്ങളുടെ മേൽ കൂടുതൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് നിറയുകയും ചെയ്യും. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയണം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഹൃദയത്തിൽ എല്ലാം ഞാനാകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവൻ, എന്നെന്നും എന്നെ ഓർക്കുന്നവൻ, സ്നേഹിക്കുന്നവൻ, ഇതു അതിശയം, ഇതു അതിശയം. യേശുവൻ സ്നേഹിതൻ, യേശുവൻ സ്നേഹിതൻ.
സ്നേഹിതൻ എന്നെന്നുമേ. യേശുവൻ സ്നേഹിതൻ, യേശുവൻ സ്നേഹിതൻ, യേശുവൻ സ്നേഹിതൻ എന്നെന്നുമേ. സർവവല്ലഭനേശു മഹിമയിൻ കർത്തൻ, സുഹൃത്തെന്നു വിളിച്ചവൻ. 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 യേശുവൻ സ്നേഹിതൻ, യേശുവൻ സ്നേഹിതൻ, യേശുവൻ സ്നേഹിതൻ എന്നെന്നുമേ. ബൈബിൾ ആനുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശുവിനു വേണ്ടി വാദിച്ച് ഒരു പരീക്ഷ പ്രമാണി. നെയിം ദ ജൂയിഷ് റൂളർ ഹു ആർഗ്യൂഡ് ഇൻ ഫേവർ ഓഫ് ജീസസ്. ഓപ്ഷൻസ്: എ മൽക്കോസ്, ബി നിക്കോദമോസ്, സി ഗമാലിയേൽ, ഡി യായിറോസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.